ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 15ാമത്തെ ദശകം നോക്കാം. കപിലോപദേശം. 1-ാമത്തെ ശ്ലോകം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു ശക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദീഹി. പദം മുറിച്ച് പറയാം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷു അസക്ത തു അമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗസ്തു ശക്തിം മഹദ് അനുഗമലഭ്യ ഭക്തിരേവ അത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യേ ന്യഗാദീഹി. ഇവിടെ ഈ ലോകത്തിൽ ഗുണസക്തമതിഹി വിഷയസുഖങ്ങളിൽ ആസക്തമായ ബുദ്ധി ബന്ധകൃത് സംസാരബന്ധത്തിന് കാരണമാകുന്നു. തേഷു അവയിൽ അസക്താത്തു വിഷയസുഖങ്ങളിൽ ആസക്തി ഇല്ലാതിരുന്നാൽ അത് അമൃതകൃത് മോക്ഷത്തിന് കാരണമാകും. ഭക്തിയോഗമാകട്ടെ ശക്തിം ഉപരുന്ധേ വിഷയസുഖങ്ങളിലുള്ള ആസക്തിയെ തടയുന്നു. അത്ര ഇവിടെ മഹത് അനുഗമലഭ്യ ഭക്തി ഏവ മഹാത്മാക്കളായ ആളുകളുമായിട്ടുള്ള സംസർഗം കൊണ്ടുണ്ടാവുന്ന ഭക്തി തന്നെയാണ് സാധ്യ സമ്പാദിക്കേണ്ടത്. ഇതി കപിലസ്വരൂപനായ ത്വം അവിടുന്ന് ദേവഹൂത്യേ ന്യഗാദീഹി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഈ ലോകത്തിൽ വിഷയസുഖങ്ങളിൽ ആസക്തി വന്നാൽ അത് സംസാരബന്ധത്തിന് എന്ന് പറയുമ്പോൾ ജനന മരണങ്ങൾക്ക് കാരണമാകും. എന്നാൽ വിഷയസുഖങ്ങളിൽ ആസക്തി ഇല്ലാതാകുമ്പോൾ അത് മോക്ഷത്തിന് കാരണമാകും. ഭക്തിയോഗമാണെങ്കിൽ വിഷയസുഖങ്ങളിലുള്ള ആസക്തിയെ തടയുന്നതുമാണ്. മഹാത്മാക്കളുമായുള്ള സംസർഗം കൊണ്ടുണ്ടാകുന്ന ഭക്തി തന്നെയാണ് സമ്പാദിക്കേണ്ടത് എന്ന് കപിലസ്വരൂപിയായ ഭഗവാൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ചു. താൽക്കാലികമായിട്ട് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന എന്ന് പറയുമ്പോൾ ശാശ്വതമല്ലാത്ത ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഭഗവാനെ ആശ്രയിക്കാൻ സമയമോ താല്പര്യമോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഭഗവാനോടുള്ള പരമമായ സ്നേഹം, ഇഷ്ടം അതുതന്നെയാണ് ഉത്തമമായ ഭക്തി. ആ ഭക്തി തന്നെയാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. അതിന് ഏറ്റവും ഉത്തമമായത് സജ്ജന സംസർഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവത് ഭക്തി വർദ്ധിപ്പിക്കാനാണ് നിരന്തരം ശ്രമിക്കേണ്ടത് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഭക്തിയിലൂടെ ജ്ഞാനമുണ്ടാകുന്നു, തദ്വാര വൈരാഗ്യവും. അടുത്തത് 2-ാമത്തെ ശ്ലോകം. പ്രകൃതിമഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃതവിദസാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദീഹി. പദം മുറിച്ച് പറയാം. പ്രകൃതി മഹത് അഹങ്കാരാഃ ച പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപി ദശാക്ഷി പൂരുഷഃ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗഃ മുച്യതേ അസൗ പ്രകൃത്യ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യേ ന്യഗാദീഹി. പ്രകൃതി മഹത് അഹങ്കാരാഃ ച മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും മാത്രാച്ച 5 തന്മാത്രകളും ഭൂതാനി അഭി പഞ്ചഭൂതങ്ങളും ഹൃത് അഭി മനസ്സും ദശാക്ഷി 10 ഇന്ദ്രിയങ്ങളും പഞ്ചവിംശഃ പുരുഷഃ 25ാമത്തേതായിട്ട് പുരുഷനും ഇതി എന്നിങ്ങനെ വിദിത വിഭാഗഃ ഈ വിഭാഗങ്ങളെ വേർതിരിച്ച് അറിയുമ്പോൾ അസൗ ഇവൻ
ഈ പുരുഷൻ പ്രകൃതിയാൽ മുച്യതേ മോചിക്കപ്പെടുന്നു. ഇതി കപിലതനു ത്വം എന്ന് കപിലസ്വരൂപനായ അവിടുന്ന് ദേവഹൂതിക്കായിക്കൊണ്ട് നഗാദീഹി അരുളി ചെയ്തു. അപ്പോൾ മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും 5 തന്മാത്രകളും പഞ്ചഭൂതങ്ങളും മനസ്സും 10 ഇന്ദ്രിയങ്ങളും 25ാമത്തേതായിട്ട് പുരുഷനും, അങ്ങനെ ഈ വിഭാഗങ്ങളെ വേർതിരിച്ച് അറിയുന്ന പുരുഷൻ പ്രകൃതിയിൽ നിന്നും മോചിക്കപ്പെടുന്നു എന്ന് കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു. അപ്പോൾ സത്വം, രജസ്, തമസ് ഈ 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ ത്രിഗുണാത്മകമായ ഈ മൂലപ്രകൃതിയെ മായയെന്നും അവിദ്യയെന്നും പറയുന്നു. സൃഷ്ടിയുടെ മൂലകാരണം ഈ മായയാകുന്നു. ഭഗവാന്റെ പ്രേരണയോടുകൂടി ഈ പ്രകൃതി സ്വയം ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ആ ബുദ്ധിതത്വത്തെ മഹത്തത്വമെന്ന് പറയുന്നു. ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടാകും. ബുദ്ധിയാണ് മഹത്തത്വം. ഞാനെന്ന ഭാവമാണ് അഹങ്കാരം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെ മഹാഭൂതങ്ങൾ 5. ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നിങ്ങനെ തന്മാത്രകൾ 5. ശ്രോത്രം, ത്വക്ക്, നേത്രം, ജിഹ്വ, നാസിക ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5. വാക്ക്, കൈകൾ, കാലുകൾ, മേഢ്രം, പായു എന്നിങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ 5. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെ 4 അന്ധക്കരണങ്ങൾ. അപ്പോൾ ഇങ്ങനെ പ്രകൃതി തത്വങ്ങൾ 24. 25ാമത്തെ തത്വം പുരുഷൻ ഈ പ്രകൃതി തത്വത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അപ്പം ഇങ്ങനെ ഈ 25 തത്വങ്ങളെ വേറിട്ട് മനസ്സിലാക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ ജീവൻ പ്രകൃതിയിൽ നിന്നും മായയിൽ നിന്നും വിട്ടുമാറുന്നു, മായയെ മറികടക്കുന്നു. ജീവൻ തന്നെയാണ് പുരുഷൻ. ഇനി 3ാമത്തെ ശ്ലോകം. പ്രകൃതിഗതഗുണൗഖൈർനാജ്യതേ പൂരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനേ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാദീഹി. പദമുറിച്ച് പറയാം. പ്രകൃതിഗത ഗുണൗഖൈഹി ന ആജ്യതേ. പ്രകൃതിഗതഗുണൗഖൈർനാജ്യതേ പൂരുഷഃ അയം പൂരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദ് അനുഭജന തത്വ ആലോചനൈഹി സ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാദീഹി. അയം പൂരുഷഃ ഈ പുരുഷനിൽ പ്രകൃതിയുടെ ഗുണൗഖാഹ ത്രിഗുണങ്ങൾ ബാധകമാകുന്നില്ല. ന ആജ്യതേ ബന്ധപ്പെടുന്നില്ല. ഈ പ്രകൃതി ഗുണങ്ങളോട് ഒരിക്കലും ഈ പുരുഷൻ ചേരുന്നില്ല എന്നാണ്. തസ്യാം യദി തു സജതി ആ പ്രകൃതിയുടെ നേർക്ക് ആസക്തി കാണിക്കുകയാണെങ്കിൽ തത് ഗുണാഹ ആ ഗുണങ്ങൾ പ്രകൃതിയുടെ ഗുണങ്ങൾ തം ഭജേരൻ അതിനെ തൻ്റെ ഗുണങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. മത് അനുഭജന എന്നെ ഭജിക്കുക, തത്വാലോചനേഹി എൻ്റെ തത്വം ആലോചിച്ചറിയുക, സ അഭി പ്രകൃതിയും അഭേയാത് ഒഴിഞ്ഞുമാറും. ഇതി കപിലതനു ദേവഹൂത്യൈ നഗാദീഹി. ഇപ്രകാരം കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയെ ഉപദേശിക്കുന്നു. ഈശ്വരഭജനം കൊണ്ട് മായയെ മറികടക്കാമെന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. പ്രകൃതിയുടെ ധർമ്മങ്ങളായ സത്വരജസ്തമോ ഗുണങ്ങൾ ഒന്നും തന്നെ പുരുഷന് ബാധകമല്ല. ജനന മരണങ്ങളോ സുഖദുഃഖങ്ങളോ ഒന്നും തന്നെ പുരുഷനില്ല. പ്രകൃതിയിൽ ആസക്തി ഉണ്ടായാൽ ഞാൻ എൻ്റെ എന്ന ഭാവം ഉണ്ടാകും. അങ്ങനെ വന്നാൽ പ്രകൃതി ധർമ്മങ്ങളെല്ലാം തൻ്റെ ധർമ്മങ്ങളാണെന്ന് പുരുഷന് തോന്നും. ഈശ്വരഭജനം കൊണ്ട് പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് പുരുഷൻ എന്ന വിവേകബുദ്ധി ഉണ്ടാകുമ്പോൾ മായ വിട്ടുമാറും. പ്രകൃതിയിൽ ആസക്തി വയ്ക്കാതെ ഈശ്വരനിൽ മാത്രം
ശ്രദ്ധ വയ്ക്കുമ്പോൾ, നിരന്തരമായ ഈശ്വര സ്മരണ ഉണ്ടാകുമ്പോൾ പ്രകൃതിയുമായുള്ള മായയുമായുള്ള ബന്ധം പതുക്കെ പതുക്കെ വേർപെട്ട് വരുന്നു. ഇനി 4-ാമത്തെ ശ്ലോകം. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദീഹി. പദമുറിച്ച് പറയാം. വിമല മതി ഉപാത്തൈഹി ആസനാദ്യൈഹി മദംഗം മത് അംഗം ഗരുഡ സമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുഃ ഇതി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ആസനാദ്യൈഹി ഉപാത്തൈഹി. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയുടെ പരിശീലനം കൊണ്ട് വിമലമതിഹി ചിത്തം ശുദ്ധമാകുമ്പോൾ ദിവ്യഭൂഷായുധാംഗം ദിവ്യമായ അലങ്കാരങ്ങളും ദിവ്യമായ ആയുധങ്ങളും ധരിച്ച് ഗരുഡസമധിരൂഢം ഗരുഡൻ്റെ പുറത്തിരിക്കുന്നതും രുചിതുലിത തമാലം പച്ചിലമരം പോലെ നീലവർണ്ണവുമായ മത് അംഗം എൻ്റെ സ്വരൂപത്തെ അനുവേലം ശീലയേത നിരന്തരം ധ്യാനിച്ച് പരിശീലിക്കണം. ഇങ്ങനെ ഇപ്രകാരം കപിലതനുഹു കപിലസ്വരൂപനായ ത്വം അവിടുന്ന് ദേവഹൂതിയോട് ന്യഗാദീഹി പറഞ്ഞു. ഈ ശ്ലോകത്തിലെ അഷ്ടാംഗയോഗ പ്രകാരമുള്ള ഈശ്വര ഭജനത്തെക്കുറിച്ച് പറയുകയാണ്. യമാദികളുടെ പരിശീലനം കൊണ്ട് ഹൃദയശുദ്ധി വരുമ്പോഴാണ് ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുന്നത്. അങ്ങനെ മനസ്സ് പരിശുദ്ധമാകുമ്പോൾ ഗരുഡൻ്റെ പുറത്തിരിക്കുന്നതും അക്ഷയമായ ബലത്തിൻ്റെ ഇരിപ്പിടവും കായാമ്പൂ പോലെ നീല നിറത്തിൽ ശോഭിക്കുന്നതും ദിവ്യഭൂഷണാദി അലങ്കാരങ്ങളും ദിവ്യമായ ആയുധങ്ങളും ധരിച്ചിരിക്കുന്ന എൻ്റെ സ്വരൂപത്തെ നിരന്തരം ധ്യാനിച്ച് പരിശീലിക്കണം എന്ന് കപിലസ്വരൂപനായ ഭഗവാൻ അമ്മയായ ദേവഹൂതിയെ ഉപദേശിച്ചു എന്ന് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് പറയുന്നു. അടുത്തത് 5-ാമത്തെ ശ്ലോകം. മമ ഗുണഗണലീലാ കർണനെ കീർത്തനാദ്യൈർ മയി സുരസരിദോഘ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദീഹി. പദമുറിച്ച് പറയാം. മമ ഗുണഗണലീലാ കർണനൈഹി കീർത്തനാദ്യൈഹി മയി സുരസരിത ഓഘ പ്രഖ്യചിത്ത അനുവൃത്തി ഭവതി പരമഭക്തി സാ ഹി മൃത്യോർവിജേത്രി കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. മമ ഗുണഗണലീലാ കർണനൈഹി. എൻ്റെ ഗുണങ്ങളെയും ലീലകളെയും കേട്ടുകൊണ്ടും കീർത്തനം തുടങ്ങിയവ ആലപിച്ചുകൊണ്ടും മയി എന്നിലെ സുരസരിത ഓഘ ഗംഗാപ്രവാഹം പോലെയുള്ള ചിത്തവൃത്തിയാകുന്ന പരമഭക്തി ഭവതി പരമമായ ഭക്തി ഉണ്ടാകുന്നു. സാഹി ആ ഭക്തിയാകട്ടെ മൃത്യോഹോ മരണത്തെ ജയിക്കുന്നു. വിജേത്രി ജയിക്കുന്നു. ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി എന്ന് കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു. അപ്പോൾ ഗംഗാപ്രവാഹം പോലെയുള്ള ശക്തിയോടുകൂടിയ ചിത്തവൃത്തി ഭഗവാനിലേക്ക് ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഉത്കൃഷ്ട ഭക്തി എന്ന് പറയുന്നത്. ഭഗവാനെ കീർത്തിച്ചുകൊണ്ടും കഥകൾ ശ്രവിച്ചുകൊണ്ടും ഇങ്ങനെ ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം എന്നിങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളെ കൊണ്ട് ആ പരമഭക്തി സമ്പാദിക്കണം. അങ്ങനെ ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ കാമക്രോധ ലോഭമോഹ മത
മാത്സര്യാദികളൊക്കെ ഒഴിഞ്ഞു പോകുകയും മനസ്സ് നിർമ്മലമാകുകയും ചെയ്യും. നിർമ്മലമായ മനസ്സിൽ ആത്മജ്ഞാനം പ്രകാശിക്കും. പിന്നീട് ജനന മരണ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്ന് കപിലസ്വരൂപിയായ ഭഗവാൻ ദേവഹൂതിയെ ഉപദേശിച്ചു. അടുത്തത് 6-ാമത്തെ ശ്ലോകം. അഹഹ ബഹുളഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഗൃഹസക്തോ യാതനാമയ്യഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്തേന ഗാദീഹി. പദം മുറിച്ച് പറയാം. അഹഹ ബഹുള ഹിംസാ സഞ്ചിത അർത്ഥൈഹി. ബഹുളഹിംസാ സഞ്ചിതാർത്ഥൈഹി കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ. പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതഃ ബാലലാളി വിശതി ഹി ഗൃഹസക്തഃ യാതനാം മയി അഭക്തഃ മയ്യഭക്തഃ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. അഹഹ കഷ്ടം കഷ്ടം. മയി എന്നില് ബഹുളഹിംസാ സഞ്ചിത അർത്ഥൈഹി പലതരം ഹിംസകൾ ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് പ്രതിദിനം കുടുംബം അനുപുഷ്ണൻ നാൾതോറും പ്രതിദിനം കുടുംബം പുലർത്തിക്കൊണ്ടും സ്ത്രീജിത സ്ത്രീകൾക്ക് വശംവദരായിക്കൊണ്ടും ബാലലാളി കുട്ടികളെ ലാളിച്ചുകൊണ്ടും ഗൃഹസക്ത കുടുംബഭരണത്തിൽ ആസക്തരായിട്ടും യാതനാം ഹി വിശതി യാതനകളിലേക്ക് തന്നെ പ്രവേശിക്കും. മരണശേഷം നരകദുഃഖം തന്നെ അനുഭവിക്കേണ്ടി വരും. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി എന്ന് കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു. ഭഗവത് ഭക്തി അശേഷമില്ലാത്ത ആളുകൾ നേർവഴിക്കല്ലാതെ പലതരം ഹിംസകൾ ചെയ്തിട്ട് സമ്പാദിച്ച ധനം കൊണ്ട് കുടുംബം പുലർത്തിയിട്ട് അതുപോലെ സ്ത്രീകൾക്ക് കീഴടങ്ങിക്കൊണ്ടും കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും ഗൃഹ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടും ജീവിക്കുന്നവർ മരണശേഷം നരകത്തെ തന്നെ പ്രാപിക്കേണ്ടി വരും എന്ന് കപിലസ്വരൂപിയായ ഭഗവാൻ ദേവഹൂതിയെ ഉപദേശിച്ചു. ഇനി 7-ാമത്തെ ശ്ലോകം. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. പദം മുറിച്ച് പറയാം. യുവതി ജഠര ഖിന്നഃ ജാതബോധഃ അഭി അകാണ്ഡേ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിത ബോധഃ പീഡയോല്ലംഘ്യ ബാല്യം പുനഃ പുനരഭി ബദ മുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുഃ ഇതി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. യുവതി ജഠരഖിന്നഃ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ അകാണ്ഡേ പെട്ടെന്ന് ജാതബോധഃ അഭി യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുന്നു എങ്കിലും പ്രസവഗളിതബോധഃ പ്രസവം കഴിയുമ്പോൾ ആ അറിവ് നഷ്ടപ്പെട്ട് പീഡയാ ബാല്യം കഷ്ടപ്പാടുകളോടുകൂടിയ ബാല്യം കഴിച്ചുകൂട്ടിയിട്ട് താരുണ്യകാലേ യൗവനകാലത്ത് പുനഃ പിന്നെയും മുഹ്യതി ഏവ മോഹിക്കുക തന്നെ ചെയ്യുന്നു. വധ കഷ്ടം ഇതി ഇപ്രകാരം കപിലതനൂഹു കപിലസ്വരൂപനായ ത്വം അവിടുന്ന് ദേവഹൂത്യൈ ന്യഗാദീഹി ദേവഹൂതിയോട് പറഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ വിശന്നിരിക്കുന്ന കൃമികൾ ആ ജീവിയുടെ സർവാവയവങ്ങളിലും കടിച്ച് മുറിവേൽപ്പിക്കും എന്നാണ്. എരിവും ചവർപ്പും ഉഷ്ണവും പുളിയും ഉപ്പും ഇതൊക്കെ ചേർന്ന ഭക്ഷണം മാതാവ് കഴിക്കുമ്പോൾ അത് സ്പർശിക്കുന്ന ശരീരഭാഗങ്ങളിലെല്ലാം അസഹ്യമായ വേദന ഉണ്ടാവുന്നതാണ്. പക്ഷി കൂട്ടിലിരിക്കും പോലെ ഗർഭപാത്രത്തിലിരിക്കുന്ന സ്വന്തം ശരീരത്തെ ചലിപ്പിക്കാൻ പോലും സാധിക്കാത്ത ആ സന്ദർഭത്തിൽ ജന്മാന്തരങ്ങളിലായിട്ട് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഓർമ്മ ഉള്ളിൽ ഉണ്ടാവും. ആ കുറ്റത്തിന് ശിക്ഷയാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഈശ്വര കാരുണ്യമാണ്
ഈ ഓർമ്മിപ്പിക്കലിന് കാരണം. അതുകൊണ്ട് ഗർഭവാസം കഷ്ടം തന്നെയാണ് എന്ന് ഭാഗവതം. അപ്പോൾ ഗർഭപാത്രത്തിൽ കിടന്ന് അങ്ങനെ ദുഃഖിക്കുന്ന സമയത്ത് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നു എങ്കിലും പ്രസവം കഴിയുന്നതോടുകൂടി ആ അറിവ് നഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പാടുകളോടുകൂടി ബാല്യം കടന്നു പോകും. യൗവനത്തിലെ സ്ത്രീകളിൽ ആസക്തരായിട്ട് വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത് കഷ്ടം തന്നെ എന്ന് കപിലസ്വരൂപനായ ഭഗവാൻ അമ്മയായ ദേവഹൂതിയോട് പറയുന്നു. അടുത്തത് 8ാമത്തെ ശ്ലോകം. പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിബദതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമ കർമ്മതൂതക് പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാദീഹി. പദം മുറിച്ച് പറയാം. പിതൃസുരഗണയാജി ധാർമ്മികഃ യഃ ഗൃഹസ്ഥഃ സ ച നിബദതി കാലേ ദക്ഷിണ അധ്വ ഉപഗാമി ദക്ഷിണാധ്വോപഗാമി മയി നിഹിതം അകാമം നിഹിതമകാമം കർമ്മ തു ഉദക് പദാർത്ഥം കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ധാർമ്മികഃ യഃ ഗൃഹസ്ഥഃ. ധാർമ്മികനായ യാതൊരു ഗൃഹസ്ഥനാണോ പിതൃസുരഗണയാജി, പിതൃക്കൾക്കും ദേവന്മാർക്കും, യാജി എന്ന് പറഞ്ഞ യജ്ഞം, പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നത്, സഹച ആ ധാർമ്മികനും, ദക്ഷിണ അധ്വ ഉപഗാമി ദക്ഷിണാധ്വോപഗാമി തെക്കുഭാഗത്തേക്ക് പോയിട്ട് തെക്കോട്ട് പോയിട്ട് കാലേ നിബദതി ചെയ്ത പുണ്യങ്ങളെല്ലാം തീരുമ്പോൾ നിബദതി പതിക്കുന്നു. മയി നിഹിതം അകാമം കർമ്മ തു മയി നിഹിതം അകാമം കർമ്മ തു എന്നിൽ സമർപ്പിച്ച് ചെയ്യുന്ന ഫലേച്ഛ കൂടാതെയുള്ള കർമ്മമാകട്ടെ ഉദക് പദാർത്ഥം വടക്കൻ വഴിക്ക് ഉള്ളതാണ്. ഇത് കപിലതനു ത്വം എന്ന് കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയോട് ഉപദേശിച്ചു. അപ്പോൾ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവർ അവരുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് പല പല ലോകങ്ങളിലേക്ക് പോകും. എന്നാൽ ആ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരും. ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി. എന്നാൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് തൻ്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ് എന്ന മനോഭാവത്തോടു കൂടിയിട്ട് ഏത് കർമ്മവും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ ആ ഭക്തന്മാർക്ക് വീണ്ടും ജനന മരണ ചക്രത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന പുണ്യപാപങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ, അത് അനുഭവിക്കാനാണ് ജീവൻ ദേഹം ധരിക്കുന്നത്. ഈ സുഖദുഃഖങ്ങൾക്ക് പ്രാരബ്ധം എന്നാണ് പറയുന്നത്. ഈ പ്രാരബ്ധം അനുഭവിക്കാനാണ് ജന്മമെടുക്കുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് പല പല കർമ്മങ്ങൾ ചെയ്യും. ആ കർമ്മങ്ങളുടെ ഫലങ്ങൾ അടുത്ത ജന്മത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെ ജനന മരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിഷ്കാമകർമ്മത്തിലൂടെ പ്രതിഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് നിർമ്മലമാകും. അപ്പോൾ അങ്ങനെ മനസ്സ് നിർമ്മലമാകുമ്പോൾ ഇഹലോക സുഖ സൗകര്യങ്ങളോട് വിരക്തി ഉണ്ടാകും. അത് മുക്തിക്ക് വഴിയൊരുക്കും. ഇനി 9ാമത്തെ ശ്ലോകം. ഇതി സുവിദിതവേദ്യാം ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഘൈ വിമലമതിരഥാസോ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. പദം മുറിച്ച് പറയാം. ഇതി സുവിദിത വേദ്യാം ദേവ ഹേ ദേവഹൂതിം കൃതനുതിം അനുഗൃഹ്യ ത്വം ഗതഃ യോഗിസംഘൈഃ വിമലമതിഃ അഥ അസൗ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗ് ഉദീച്യാം. ഇതി സുവിദിതവേദ്യാം. ഇപ്രകാരം അറിയേണ്ടത്
അറിഞ്ഞപ്പോൾ കൃതനുതിം ഭഗവാനെ സ്തുതിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് ഹേ ദേവ ത്വം ഭഗവാനെ അവിടുന്ന് യോഗിസംഘൈഹി ഗതഃ യോഗികളോട് കൂടിയിട്ട് ഗതഃ പോയി, അവിടെ നിന്നും പോയി. വിമലമതിഹി മനസ്സ് നിർമ്മലമായ അസൗ ആ ദേവഹൂതി അധ പിന്നീട് ഭക്തിയോഗം കൊണ്ട് മുക്തയായിട്ട് മോക്ഷത്തെ പ്രാപിച്ചു. ത്വം അഭി അവിടുന്നും ജനഹിതാർത്ഥം ലോകനന്മയ്ക്കായിക്കൊണ്ട് പ്രാഗ് ഉദീച്യാം വടക്ക് കിഴക്കേ ദിക്കില് ഇപ്പോഴും ഇരിക്കുന്നു. അപ്പോൾ ഇപ്രകാരം അറിയാൻ ആഗ്രഹിച്ചതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാനെ സ്തുതിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്നും യാത്രയായി. പുത്രന്റെ ഉപദേശം കേട്ട് പരിശുദ്ധമായ മനസ്സോടുകൂടി ഭക്തിയോഗം കൊണ്ട് ദേവഹൂതി മോക്ഷത്തെ പ്രാപിച്ചു. കപിലയോഗീശ്വരൻ ഇപ്പോഴും വടക്ക് കിഴക്കേ ദിക്കില് ഭൂമിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇനി 10ാമത്തെ ശ്ലോകം. പരമ കിമു ബഹൂക്ത്യാ ത്വത്പദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധസ്വഭക്തിം. പദമുറിച്ച് പറയാം. പരമ കിമു ബഹൂക്ത്യാ ത്വത് പാദാംഭോജ ഭക്തിം സകല ഭയ വിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാൻ മേ ഗുരുപവനപുരേശ ത്വയി ഉപാധസ്വ ഭക്തിം. പരമപുരുഷനായ ഭഗവാനെ മേൽപ്പത്തൂര് പറയാണ്. ബഹൂക്ത്യാ കിമു എന്തിനേറെ പറയുന്നു. ത്വത് പാദാംഭോജ ഭക്തി അങ്ങയുടെ തൃപ്പാദ ഭക്തി സകല ഭയ വിനേത്രീം സർവഭയങ്ങളെയും അകറ്റുന്നതും, അതുപോലെ തന്നെ സർവകാമ ഉപനേത്രീം സകല ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നതുമാണെന്ന് ത്വം ദൃഢം വദസി ഖലു അവിടുന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് മേ ആമയാൻ വിധൂയ എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കിയിട്ട് ഗുരുപവനപുരേശ ഗുരുവായൂരപ്പ ത്വയി അങ്ങയില് ഭക്തിം ഉപാധസ്വ എനിക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരണേ. അപ്പോൾ മേൽപ്പത്തൂര് പറയുകയാണ്, ഭഗവാനെ എന്തിനേറെ പറയുന്നു, എന്തിനാണ് അധികം പറയുന്നത്. അങ്ങയുടെ തൃപ്പാദഭക്തി സകല ഭയങ്ങളെയും അകറ്റുന്നതും അതുപോലെ തന്നെ സകല ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതും ആണ് എന്ന് അവിടുന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ ഈ രോഗഭയം തീർത്ത് എനിക്ക് അങ്ങയിലുള്ള ഭക്തി വർദ്ധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 15ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.